ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ വൈകും. കാരണം അവൻ കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവനെ നേരത്തെ വീട്ടിലെത്തിക്കാൻ അമ്മ ഒരു ഉപായം കണ്ടുപിടിച്ചു. അമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലൊരു ഭൂതമുണ്ട്. ഇരുട്ടത്ത് വരരുത്, കുഞ്ഞുങ്ങളെ തിന്നുന്ന ഭൂതമാണ്. അവനത് വിശ്വസിച്ചു. പിന്നെ അവൻ ഇരുട്ടത്ത് ഒറ്റയ്ക്കിറങ്ങില്ല. വലുതായിട്ടും അതേ ശീലം തന്നെ. അപ്പം അമ്മ മറ്റൊരു ഉപായം കണ്ടുപിടിച്ചു. അമ്മ അവനൊരു കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇത് വെഞ്ചരിച്ച കാശ് രൂപമാണ്. ഇതിട്ട് നടന്നാൽ ഒരു ഭൂതവും നിന്നെ തൊടില്ല. അവൻ അതും വിശ്വസിച്ചു. ബാഡ് റിലിജൻ എന്ന് പറയുന്നത് കാശ് രൂപത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. ഗുഡ് റിലിജൻ എന്ന് പറയുന്നത് ഭൂതമേ ഇല്ല എന്ന് പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഗോസ്പലിൽ ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്ന കണ്ടപ്പോൾ ഈശോ അവരെ വിളിച്ചത് ദുഷിച്ച തലമുറ എന്ന. ജനക്കൂട്ടം എന്നൊരു അപകടമാണ്. നമ്മുടെയൊക്കെ ധ്യാന സെൻറ്ററുകളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ എത്രമാത്രം അത്ഭുതം നടന്നു എന്നുള്ളതല്ല, അവിടെ എത്രമാത്രം മാനസാന്തരം നടക്കുന്നു എന്നുള്ളതാണ്. ഈശോ പറയുന്നു, ഒരടയാളമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അത് യോനായുടെ അടയാളമാണ്. എന്താണ് യോനായുടെ അടയാളം? ദൈവത്തെ അറിയാത്ത ഒരു ജനത, അവരെ അറിയാത്ത ഒരു പ്രവാചകൻ വന്ന് പ്രസംഗിച്ചപ്പോൾ ആ നാട് മുഴുവൻ മാനസാന്തരപ്പെട്ടു. യോനായുടെ അടയാളം മാനസാന്തരത്തിൻ്റെ അടയാളമാണ്. നമ്മൾ ദൈവത്തെ അറിയുന്നൊരു ജനതയാണ്. ഈശോ നമ്മോട് നേരിട്ട് സംസാരിക്കുന്നു. എന്നിട്ടും ഈശോയെ വിശ്വസിക്കാൻ നമുക്ക് അത്ഭുതങ്ങൾ വേണോ? അങ്ങനെയെങ്കിൽ നമ്മളും ദുഷിച്ച തലമുറയല്ലേ?